നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് തടി. വിശപ്പ് കുറച്ച് തടി എങ്ങനെ കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. വിശപ്പ് നിയന്ത്രിക്കാൻ ആകാത്തതാണ് പലർക്കും തടി കുറയ്ക്കാൻ ശ്രമം നടത്തുമ്പോൾ വില്ലനാകുന്നത്. ഇതിന് എങ്ങനെ പരിഹാരം കാണാമെന്ന് നമുക്ക് നോക്കാം. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ചാലഞ്ച് ആകുന്ന ഒന്നാണ് വിശപ്പ്. ഭയങ്കരമായി വിശന്നാൽ സകല നിയന്ത്രണവും വിട്ട് ഭക്ഷണം കഴിച്ചു പോകും. ഭക്ഷണം കുറയ്ക്കാൻ പറ്റുന്നില്ല, വിശപ്പ് കുറയുന്നില്ല എന്നതൊക്കെയാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം. വിശപ്പ് കുറയ്ക്കാൻ സാധിക്കാത്തതാണ് പലർക്കും തടി കുറയ്ക്കുന്നതിൽ ചാലഞ്ചായി മാറുന്നതും വിശപ്പ് തന്നെയാണ്. ഇത് കുറയാത്തതാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം. നമ്മുടെ ശരീരത്തിൽ വിശപ്പുണ്ടാക്കുന്നത് ഗ്രെനിൻ എന്ന ഹോർമോണാണ്. വിശപ്പ് കുറയ്ക്കുന്നത് ലെപ്റ്റിൻ എന്ന ഹോർമോണാണ്. ഗ്രെനിൻ കൂടുന്നതും ലെപ്റ്റിൻ കുറയുന്നതുമാണ് പ്രശ്നമാകുന്നത്. ഗ്രെനിൻ കൂടുമ്പോൾ വയറിനകത്ത് പരവേശവും അസ്വസ്ഥതയും ഉണ്ടാകും. ലെപ്റ്റിൻ ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ വയർ നിറയുന്നത് അറിയാതെ പോകും. അതായത് ചിലർക്ക് എത്ര കഴിച്ചാലും തൃപ്തി വരാത്ത അവസ്ഥയുണ്ടാകും. ആവശ്യത്തിന് ഭക്ഷണമായി എന്ന് തോന്നൽ വരാതെ പോകും. അമിതമായി കഴിച്ചു പോകും. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. ഇത് പെട്ടെന്ന് വയർ നിറഞ്ഞതായി തോന്നലുണ്ടാക്കും. ഇതുപോലെ നല്ലതുപോലെ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും വറുത്തവയും കിട്ടിയാൽ നാം കണ്ണില്ലാതെ കഴിക്കും. ഇത്തരം അവസരങ്ങൾ ഒഴിവാക്കുക. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ വീട്ടുകാരോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. ഇതുപോലെ വിശന്നിരിക്കുമ്പോൾ ജ്യൂസും മധുര പലഹാരങ്ങളും കഴിക്കാതിരിക്കുക. ഫ്രഷ് ജ്യൂസ് നല്ലതാണെന്ന് നാം കരുതും. വിശപ്പിനായി ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. കാരണം ഒരു ആപ്പിൾ കഴിച്ചാൽ വയറ് നിറയുമെങ്കിൽ ജ്യൂസിൽ 2-3 ആപ്പിളും ചിലപ്പോൾ മധുരവും ചേർക്കും. വല്ലാതെ ടെൻഷൻ ഉള്ളപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ സമയത്ത് ഗ്രെനിൻ കൂടും, ലെപ്റ്റിൻ കുറയും. ഇത് കൂടുതൽ കഴിക്കാൻ ഇടയാകും. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ചും വിശന്നിരിക്കുമ്പോൾ 6 തവണ ബ്രീത്തിങ് വ്യായാമം ചെയ്ത ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. കഴിയുന്നത്ര വായു ഉള്ളിലേക്കെടുത്ത് അല്പനേരം ഉള്ളിൽ പിടിച്ച് പിന്നീട് പതിയെ പുറത്തേക്ക് വിടുക. അതാണ് ഒരു സൈക്കിൾ. ഇതുപോലെ 6 തവണ ചെയ്യാം. ഇത് ആമാശയ ഭിത്തിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും, വിശപ്പ് കുറയ്ക്കും. ഇതുപോലെ രാത്രി കൂടുതൽ നേരം ഉണർന്നിരുന്നാൽ തലച്ചോർ ഗ്രെനിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഇതുകൊണ്ട് സമയത്ത് ഉറങ്ങുക. മുട്ട. കുറച്ച് ഭക്ഷണം കഴിച്ച് വയർ കുറയ്ക്കാൻ വഴിയുണ്ട്. ലെപ്റ്റിൻ ഉണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിച്ച് 20 മിനിറ്റ് ആകണം. ഇതിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ലെപ്റ്റിൻ പുറപ്പെടുവിക്കുന്ന ഒരു ഭക്ഷണം ആദ്യം കഴിക്കുക. പിന്നീട് 20 മിനിറ്റ് ശേഷം സാധാരണ ഭക്ഷണം കഴിക്കാം. പ്രോട്ടീൻ, കൊഴുപ്പും കോംബോ ഉള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഉദാഹരണത്തിന് മുട്ട ഈ കോംബോയുള്ളവയാണ്. ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നായി 12:30 ഒരു പുഴുങ്ങിയ മുട്ടയുടെ വെള്ള മുഴുവനായി കഴിക്കാം. മഞ്ഞ പകുതി കഴിക്കാം. പിന്നീട് 20 മിനിറ്റ് ശേഷം ഊണ് കഴിക്കാം. ഇതുപോലെ ഊൺ ഇത്തരത്തിലെ ഭക്ഷണമാണ്. മീൻ കറിയും പ്രോട്ടീനും കൊഴുപ്പും ചേർന്നതാണ്. ഇത് ആദ്യം കഴിച്ച ശേഷം സാധാരണ ഭക്ഷണം കഴിക്കാം. യോഗട്ട്. ഇതൊന്നുമില്ലെങ്കിൽ മോരുവെള്ളം കഴിക്കാം, കട്ട തൈര് കഴിക്കാം, യോഗേട്ട് കഴിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കറി പോലുള്ളവ, നട്ട്സ്, സീഡ്സ് എന്നിവ നല്ലതാണ്. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ആദ്യം അല്പം വെള്ളം കുടിക്കുക. 20 മിനിറ്റ് ശേഷം ഭക്ഷണം കഴിക്കാം. വിശപ്പ് കുറയ്ക്കാം. ഇതുപോലെ ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കാൻ ഇത്തരം വഴികൾ പരീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.